ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്രോഷ്യയുടെ 6ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാനി സ്ക്വയർ ആണ്. ഗ്രാനി സ്ക്വയർ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലാങ്കറ്റ്സ്, അതുപോലെ തന്നെ ടോപ്പ്, കുഞ്ഞു കുഞ്ഞു പാറ്റേൺ ആയാലും നമ്മൾ ചെറിയൊരു സ്ക്വയർ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കത് തുന്നി ചേർത്തിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തെടുക്കാൻ പറ്റും. ബാഗ്സ്, അതുപോലെ തന്നെ ഡ്രസ്സസ്, ഷ്രഗ്, ബെഡ്ഷീറ്റ്, ഇങ്ങനത്തെ കുറേ ഡിസൈനുകളിൽ ഗ്രാനി സ്ക്വയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഗ്രാനി സ്ക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിസൈനിൽ ഗ്രാനി സ്ക്വയർ കണ്ടിട്ടുണ്ടാവും. മിഡിൽ പോർഷനിൽ ഹാർട്ടിൻ്റെ ചിഹ്നം വരുന്നുണ്ട്, സൺഫ്ലവർ ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റിൽ ഇത് വരുമ്പോൾ ഒരു സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഗ്രാനി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. ഇത് കുഞ്ഞു ത്രെഡിൽ ചെയ്തതാണ്. അപ്പം ഒരു ഗ്യാപ്പ് കുഞ്ഞതായിരിക്കും. ഇത് ഇവിടെ നമ്മളൊരു സർക്കിൾ ഷേപ്പാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷമാണ് ഇവിടെ കോർണേഴ്സിൽ ഇതുപോലെ സ്ക്വയർ പോലെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഹാൻഡ് ടെൻഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ കോർണറിലുള്ള ഷാർപ്പ് എഡ്ജ് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ചെയ്ത ഒരു വർക്കാണിത്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഇങ്ങനെ വരുന്നത്. അപ്പം സെയിം ഇതിനേക്കാളും ഒരു ലെയറും കൂടെ ഇതിൽ എക്സ്ട്രാ ഉണ്ട്. പക്ഷേ ഇത് ത്രെഡ് തിക്നെസ് കുറവായതുകൊണ്ടാണ് നമുക്കിവിടെ 1 2 3 4 ലെയേഴ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് 1 2 3 4 5 ലെയേഴ്സ്. പക്ഷേ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയാൽ ഒരേപോലെ ഉണ്ടാവും. ഇതാണ് നമ്മൾ ത്രെഡ് എടുക്കുന്നതിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോജക്റ്റ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാറ്റേൺ നമ്മൾ എല്ലാ പാറ്റേണും പിൻട്രസ്റ്റിന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ടാണ് നമ്മൾ മെയിൻ പ്രോജക്റ്റിലോട്ട് യൂസ് ചെയ്യേണ്ടത്. ചിലത് നമുക്ക് പകുതി ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്, പാറ്റേൺ ശരിയില്ലാന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് നോക്കാം. അതിനുശേഷം മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഇന്നൊരു ഗ്രാനി സ്ക്വയർ ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അക്രിലിക് വൂളാണ് കേട്ടോ. അക്രിലിക് ക്യാനും അതുപോലെ തന്നെ 3.5 mm ഹുക്കുമാണ്. അപ്പം ഇത് നമ്മൾ പാറ്റേണും കൂടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഈ സർക്കിൾ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ഇത് മാജിക് റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ മാജിക് റിംഗ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇതുപോലെ ക്രോസ് ആയിട്ട് നമ്മൾ രണ്ട് വിരലിൽ കൂടെ ത്രെഡ് ചുറ്റിയെടുത്തു. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, നമ്മളിവിടെ മാജിക് റിംഗ് റെഡിയായി. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് മാജിക് റിംഗ് ആകുമ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ കുഞ്ഞു ത്രെഡ് ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് രണ്ടും ഒന്നിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ തുടങ്ങാൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫസ്റ്റ് മാജിക് റിംഗ് നമ്മൾ ചെയ്തു. അടുത്തത് ഇവിടെ ചെയിൻ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 3 ചെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. 3 ചെയിൻ ഇടുവാണ് ഞാനിവിടെ. 1 2 3. ഓക്കെ, 3 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 3 ചെയിൻ ചെയ്തതിന് ശേഷം 2 ഡബിൾ ക്രോഷ്യ. ഇത് ഈ മാജിക് റിംഗിലോട്ടാണ് കേട്ടോ. ഇവിടെ സിംഗിൾ ക്രോഷ്യോ അതോ ചെയിനോ ഒന്നും കാണിച്ചിട്ടില്ല. ഈ മാജിക് റിംഗിലോട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് 3 ചെയിൻ ചെയ്തു, അതിന് ശേഷം 2 ഡബിൾ ക്രോഷ്യ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റത്തെ 3 ചെയിൻ ചെയ്തു, 1 2 3. ഇനി ഡബിൾ ക്രോഷ്യ, ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്യുവാണ് ഇവിടെ. 1 2 2 പ്രാവശ്യം ഇതുപോലെ നമ്മൾ ഓരോ ചെയ്തെടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ഇവിടെ റെഡിയായി. നമ്മളിവിടെ അടുത്ത ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. 1 2. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ ഇവിടെ റെഡിയായി. ഇത് 3 ഓടിയിട്ട് ഒരു ക്ലസ്റ്റർ പോലെയാണ് ഇപ്പം രൂപപ്പെടുന്നത്. ഇപ്പോൾ ഒരു പോർഷൻ നമ്മൾ റെഡിയായി. നമ്മൾ ചെയ്യേണ്ടത് 1 2 3 ചെയിൻസ് കാണുന്നുണ്ട് വിചാരിക്കുന്നു. 1 2 3 ചെയിൻസ് ഇടാം. ഇവിടെ ഈ ഒരു വി പോലത്തെ ഷേപ്പ് വരുന്നുണ്ടല്ലോ, ഇതാണ് നമ്മൾ കോർണർ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ 4 കോർണർ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 4 കോർണറിൽ ഇതുപോലെ 3 ചെയിൻസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഒരു ഈക്വൽ ലെവലായിട്ട് നമുക്ക് എത്രയാണ് ക്ലസ്റ്റേഴ്സ് ഇതുപോലെ ഡബിൾ ക്രോഷ്യയുടെ ആണെങ്കിലും ട്രിപ്പിൾ ക്രോഷ്യയുടെ ഒക്കെ ആണെങ്കിലും സെയിം നമ്പറിൽ ചെയ്യാം നമ്മൾ. അപ്പോൾ നമുക്ക് സ്ക്വയർ രൂപപ്പെട്ട് വരും. അപ്പം നമുക്ക് ആദ്യത്തെ ഇവിടം വരെ ചെയ്തു ഞാൻ. ഇനി 3 ചെയിൻസ് ചെയ്യാൻ പോവാണ്. 1 2 3. ഓക്കെ, ഫസ്റ്റ് 3 ചെയിൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഈ കോർണർ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത 3 ചെയിൻസ് ചെയ്യണം. അതും ഞാനിവിടെ 3 ചെയിൻസ് ആയിട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത ലെവൽ വരുന്നത് ഇനി ചെയിൻസ് ഇല്ലാട്ടോ. ഓരോ ലെയർ തുടങ്ങുമ്പോഴാണ് ഈ ചെയിൻസ് നമുക്ക് വരുന്നത്. പിന്നെ എല്ലാം ഡബിൾ ക്രോഷ്യ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ ഇതുപോലെ അടുത്ത 3 ഡബിൾ ക്രോഷ്യ. ഞാൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. ഡബിൾ ക്രോഷ്യ നമുക്കറിയാം, ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ചുറ്റിയെടുത്തു. നമ്മളിതുപോലെ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. ഇപ്പോഴും ഞാൻ ഈ ഒരു 2 ത്രെഡും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ 2 ത്രെഡും ഒന്നിച്ച് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ ഇവിടെ ഇത്രയും ലൂസായിട്ട് എടുക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മളിത് ക്രോസ് ആയിട്ട് ഇതുപോലെ വെക്കുമ്പോൾ ഉള്ളതുപോലെയാണ് യാൺ ടെൻഷൻ വരുന്നത്. ഓക്കെ, 1 പ്രാവശ്യം ചെയ്തു, അടുത്തൊരു പ്രാവശ്യം കൂടെ യാൺ ഓവർ ചെയ്തു. നമുക്കിവിടെ ഒരു വി പോലത്തെ ഒരു ഷേപ്പ് കിട്ടി. നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഇതാണ് കോർണർ ആവുന്നത്. അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 എണ്ണം കൂടെ ഞാൻ ചെയ്യാം. 1 and 2. ചെയ്യുമ്പോൾ എല്ലാം ഒരേ ടെൻഷനിൽ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ചിലത് വലുതും ചെറുതൊക്കെ ആയിപ്പോവും. അപ്പോൾ ഒരു കോർണർ നമുക്ക് കിട്ടി.
വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം കേട്ടോ. ചിലപ്പോൾ ഈ ഒരു പോയിന്റ് മിസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാനി സ്ക്വയറിൻ്റെ ഷേപ്പ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതൊക്കെ ശരിയായി വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ഇത്രയും ഭാഗം ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻസ് ഇടാം. അടുത്ത ഒരു 3 എണ്ണത്തിൻ്റെ ഡബിൾ ക്രോഷ്യ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഒരു 3 ചെയിൻ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ 2 ആയി. 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ വീണ്ടും 3 ചെയിൻസ് 1 2 3 ചെയിൻസ് ഇട്ടു. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ 1 2 3. ഓക്കെ, ഇപ്പോൾ 4 ക്ലസ്റ്റർ ഇതുപോലെ 1 2 3 4 ക്ലസ്റ്റർ ഇവിടെ ഉണ്ട്. നമ്മളിത് വലിച്ചെടുക്കുമ്പോഴാണ് ഇത് ശരിയാവുന്നത് കേട്ടോ. ഈ ത്രെഡ് നമുക്കിതുപോലെ വലിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം സ്ക്വയറായി വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണം? ഇവിടെ നിന്ന് തുടങ്ങി ഞാൻ ഇവിടം വരെ ചെയ്തു. ഇനി നമുക്ക് 3 ചെയിൻസ് ചെയ്യാനുണ്ട്. എന്നിട്ട് ആദ്യത്തെ ഈ ഒരു 3 ചെയിനിൻ്റെ മൂന്നാമത്തെ ചെയിനിലോട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഒരു 3 ചെയിൻസും കൂടെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ 3 ചെയിനിലോട്ട് മൂന്നാമത്തെ ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഈ താഴെയുള്ള ത്രെഡിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ കുഞ്ഞ ത്രെഡിൻ്റെ ആവശ്യമില്ല. അത് ഇവിടെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ 1 2 3 തേർഡ് ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഇതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലോട്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ കോർണർ റെഡിയായി. നമ്മൾ ഇവിടെ എത്തി, സ്ലിപ്പ് സ്റ്റിച്ചും ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ 1 2 3 അഗെയിൻ 3 ചെയിൻ. ഓക്കെ, വീണ്ടും ഞാനിവിടെ 1 2 3 ചെയിൻസ് ചെയ്തു. 3 ചെയിൻസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കോർണറിൻ്റെ രണ്ടാമത്തെ ലെയറിൽ ഈ കോർണറിൻ്റെ ലാസ്റ്റത്തെ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത കോർണറിലോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് ഡയറക്റ്റ് ഈ കോർണറിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3 ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ചെയിൻ ചെയ്യുക. ഓക്കെ, 3 ചെയിൻസ് ഞാൻ ചെയ്തു. നാലാമത്തെ ചെയിനും കൂടെ ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷ്യ 3 എണ്ണം ചെയ്യുക ഈ കോർണറിലോട്ട്. ഓക്കെ, 1 2 3. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ ഈ ഒരു കോർണറിലെത്തി. നമ്മളിപ്പോൾ ഇവിടം വരെ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ചെയിൻസ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ വരുന്നത് ഇവിടെ കോർണേഴ്സിലാണ്. ഓക്കെ, വീണ്ടും 3 ചെയിൻ ചെയ്തു. ഇതേ കോർണറിൽ തന്നെ നമ്മൾ ഈ സെയിം കോർണറിലേക്ക് തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ കോർണറിൽ തന്നെ ഞാൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ആദ്യത്തെ 1 2 3. ഇനി നമ്മൾ അടുത്തയിലോട്ട് പോകുന്നതിന് മുമ്പ് നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ഒരു എക്സ്ട്രാ ചെയിൻ കൊടുത്തിട്ടില്ലേ, അതുപോലെ നമ്മൾ ഇവിടെ ഒരു എക്സ്ട്രാ ചെയിൻ കൊടുക്കണം. അതിലോട്ട് നമ്മൾ നെക്സ്റ്റ് ലെയറിൽ 3 ഡബിൾ ക്രോഷ്യ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ ചെയിൻ കൊടുത്തത്. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ചെയിൻ കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെയിൻ, ഓരോ ഈ കോർണറിൻ്റെ 2 സെയിം ഇതുപോലെ ഡബിൾ ക്രോഷ്യ വരുന്നതിൻ്റെ നടുവിൽ ഇവിടെ ഒരു ചെയിൻ വരും. ഇവിടെ അടുത്ത ലെയർ ആകുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ 2 ചെയിൻ വരും. നെക്സ്റ്റ് 3 ചെയിനായിട്ട് വരും. ഇങ്ങനെ ഓരോന്നും കണ്ടിന്യൂസ് ആയിട്ട് പോവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ 1 ചെയിൻ എക്സ്ട്രാ ഇട്ടു. നമ്മൾ ഈ കോർണറിലോട്ട് ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുവാണ്. 2 3. എന്നിട്ട് വീണ്ടും നമ്മൾ 3 ചെയിൻസ് ചെയ്യാം. സെയിം ഗ്യാപ്പിലോട്ട് 3 ഡബിൾ ക്രോഷ്യ. രണ്ടാമത്തെ ലെയറിൻ്റെ 2 കോർണർ ഇപ്പോൾ റെഡിയായി. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് അടുത്ത ലെയറിലൊരു ഇതുപോലത്തെ ഒരു ക്ലസ്റ്ററും കൂടെ വരും. അപ്പം ഇതുപോലെ നമ്മൾ വീണ്ടും ഒരു ചെയിൻ 3 ഡബിൾ ക്രോഷ്യ, വീണ്ടും 3 ചെയിൻ 1 2 3 ചെയിൻ സെയിം ഗ്യാപ്പിലോട്ട് തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. എന്നിട്ട് നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ ലാസ്റ്റ് വരുന്ന ഒരു മൂന്നാമത്തേലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ മൂന്നാമത്തെ ലെയർ സ്റ്റാർട്ട് ചെയ്യാണ്. മൂന്നാമത്തെ ലെയറിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഈ ഒരു ഗ്യാപ്പിലാണ് ഉള്ളത്. ഇവിടെ ഫസ്റ്റ് 3 ചെയിൻസ് ചെയ്തു. വീണ്ടും ഞാൻ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത 2 ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. നമ്മളിവിടെ ഒരു ചെയിൻ ഇട്ടു. നമുക്ക് ഈ കോർണറിലോട്ട് പോകാം. ഫസ്റ്റ് 3 ഡബിൾ ക്രോഷ്യ, പിന്നെ 3 ചെയിൻ 1 2 3. വീണ്ടും അതേ കോർണറിലോട്ട് 3 ഡബിൾ ക്രോഷ്യ. ഈ കാര്യം റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ 1 ചെയിന് വിട്ടു പോകരുത്. ഈ കാണുന്ന ഓരോ ചെയിനും നമ്മൾ മിസ്സാവാൻ പാടില്ല. എന്നിട്ട് വേണം ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫുൾ കോർണർ ഫുൾ റൗണ്ട് ഞാൻ ചെയ്തിട്ട് വരാം.
അങ്ങനെ ഓൾമോസ്റ്റ് മൂന്നാമത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ ചെയ്തിരിക്കുന്ന ഇത്രയും കോർണറിൽ 3 ചെയിൻസും അതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യയും ചെയ്തു. ഇനി നമ്മളൊരു ചെയിൻ ചെയ്തിട്ട് വേണം ഈ മൂന്നാമത്തതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചെയിൻ ചെയ്തു, മൂന്നാമത്തേലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. നമ്മളിവിടെ ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്, 1 2 3 ചെയിൻ ചെയ്തു, വീണ്ടും ഒരു ചെയിൻ ചെയ്തു, 1 2 3 ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. പിന്നെ വീണ്ടും കോർണറിലോട്ട് പോകുന്നു. ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ, ഫുള്ളായിട്ട് കാണാം. നാലാമത്തെ ലെയറിൻ്റെ ലാസ്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്യാപ്പിലിപ്പം ഇത് ആദ്യത്തെ 3 ചെയിനാണ്. അതിലോട്ട് വേണം നമുക്ക് ഈ ഒരു ചെയിൻ സ്പേസിലോട്ട് 2 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. 2 മൂന്നാമത്തെ ഇതിലോട്ട് നമുക്ക് 1 2 3 തേർഡ് ചെയിനിലോട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ലെയറിൽ ഫിനിഷ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തുടർന്ന് പോവാം. ഇവിടെ ഈ ഒരു ചെയിൻ സ്പേസ് വലുതാവും, അതിനനുസരിച്ചിട്ട് ഇവിടെയും നമുക്ക് ഈ ചെയിൻ സ്പേസിൻ്റെ ഉള്ളിൽ ഇപ്പം ഏറ്റവും ഈ നാലാമത്തെ ലെയറിൽ ഇവിടെ 2 ക്ലസ്റ്റർ ഓഫ് ഡബിൾ ക്രോഷ്യ ആണുള്ളത്. അടുത്തതിലോട്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ ചെയിൻ സ്പേസിലോട്ട് 1 ആയി, നെക്സ്റ്റ് 2 ആയി, അടുത്ത ലെയറിൽ 3 വരും. ഇവിടെ ചെയിൻസ് 4 ഇതുപോലത്തെ 4 ചെയിൻസ് വരും. അപ്പോൾ ഈ ചെയിൻസ് ഒരിക്കലും മിസ്സാവരുത്. ഈ ഒരു യാണ് കട്ട് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് നമുക്ക് കുറച്ചൊരു ഇത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതില്ലേ നമ്മൾ ഒന്നുകിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഒരു ടൂള് കിട്ടും നമുക്ക്, ഇത് 4 എണ്ണം ഒരു 4 സൈഡിൽ ടൂത്ത് പിക്ക് പോലെ. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കോർത്ത് വെച്ച് പോയെങ്കിൽ ഇതിങ്ങനത്തെ സ്റ്റഡി ആയിട്ട് നല്ല രീതിയിൽ ഇത് നിൽക്കും, സ്ക്വയർ ഷേപ്പിൽ തന്നെ. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ സൂചി കിട്ടും കേട്ടോ, ബാക്ക് സൈഡിൽ കുറച്ച് വലുതായിട്ടുള്ള ഹോളുള്ളത്. അതിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലോട്ട് കാണാത്ത രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. തൊട്ടടുത്ത് ഇതിലോട്ട് ബാക്ക് സൈഡിൽ മാത്രം വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു കുറച്ചെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി ഇത് ഇങ്ങനെ ചുറ്റി വന്നതാണ്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് വേണമെങ്കിൽ ഇനി കുറച്ചെണ്ണത്തിൻ്റെ കൂടെ ഉള്ളിൽ കൂടെ കടത്തി വിടാം, എന്നിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തു, ഞാനൊന്ന് കട്ട് ചെയ്തു. പിന്നെ ഇത് ഞാൻ അക്രിലിക്കിൽ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇതുപോലത്തെ ത്രെഡ് ഇതുപോലെ പൊങ്ങി കിടക്കുന്ന കാണും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒന്ന് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗവിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു ഹോൾഡർ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ദൂരെ വെച്ചിട്ട് ചെയ്യണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ ഒന്ന് എഴുതി നോക്കിയാലോ. അതും കൂടെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഗ്രാനി സ്ക്വയർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പാറ്റേൺസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഷേപ്പിലുള്ള, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഹാർട്ട് ഷേപ്പുള്ളത്, അതുപോലത്തെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ടുള്ള പാറ്റേൺസ് ഇനിയും കൊണ്ടുവരാം. അപ്പോൾ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് നമുക്കത് നോക്കാം. ഇനി നമ്മൾ പാറ്റേൺ എഴുതി നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ലെയറിൽ മാജിക് റിംഗ് ചെയ്തു. അടുത്തത് ഒന്നുകിൽ റൗണ്ട് 1 അല്ലെങ്കിൽ ലെയർ 1 എന്ന് എഴുതാൻ പോവാണ് ഞാൻ. ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം ഈ മാജിക് റിങ്ങിലോട്ട് 3 ചെയിൻ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ നമ്മൾ 3 ചെയിൻ, പിന്നെ 3 ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ചെയിൻ, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ, ദെൻ 3 ചെയിൻ, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതന്നെ ചെയിൻ 3 ഇങ്ങനെ ചെയ്താൽ കേട്ടോ. ചെയിൻ 3 2 DC, അത് കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം, ഇത് 1 2 3 ചെയിൻ 3 DC ഇൻറ്റു 3, പിന്നെ ചെയിൻ 3 SL ST. നമുക്ക് ഇതുപോലെ ഓരോ ലെയറിനും റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഞാനത് ഡയഗ്രാം കൂടുതൽ ഈസി ആയതുകൊണ്ടാണ് ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു തന്നത് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.